ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗം സീരിയലിന്റെ നാളത്തെ നല്ലൊരു പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ നമ്മുടെ CA പറയുന്നുണ്ട് മനോഹറാണ് ഈ കൊലയാളി എന്ന് പറയുന്നുണ്ട്. മനോഹറിനെ കാണാൻ വേണ്ടി കിരൺ വരുന്നുണ്ട്. മനോഹർ കാണാൻ വരുന്ന കിരണിനോട് പറയുന്നുണ്ട്, സാറും കല്യാണി മേഡും അതുപോലെ തന്നെ കാർത്തിക ചേച്ചിയുടെ അമ്മയൊക്കെ സൂക്ഷിക്കണം. കാരണം ഈ സ്റ്റെഫി എന്ന് പറഞ്ഞവള് അവള് മരിച്ചാലും കുഴപ്പമില്ല, അവളുടെ ഗംഗേനെ മരിക്കാൻ കാരണക്കാരായവരെ കൊല്ലാൻ വേണ്ടി നടക്കുന്നതാണ് എന്ന് പറയണം. അപ്പൊ കിരൺ പറഞ്ഞിട്ട് ഞാൻ ശ്രദ്ധിച്ചോളാടാ. അപ്പൊ മനോഹർ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്, ചെന്നൈയിൽ ഇവർക്ക് വലിയൊരു ഗ്യാങ് തന്നെയുണ്ട്. ഈ ഗംഗപ്രസാദിന് എന്താണ് ഒരുപാട് ഫാൻസ് ഉണ്ട് ചെന്നൈയില്, കുറെ ഗുണ്ടാ സംഘങ്ങള്, അവരെല്ലാരും തന്നെ ഇളകി വരാൻ ചാൻസ് ഉണ്ട് സർ, അതുകൊണ്ട് സൂക്ഷിക്കണം എന്ന് പറയാണ്. ശരി എന്ന് പറഞ്ഞിട്ട് കിരൺ അവിടുന്ന് പോവാണ്. മനോഹറിന് ആകെ ടെൻഷൻ ആവാട്ടോ. ഗംഗേനെ കൊന്ന് പ്രശ്നങ്ങളൊക്കെ അവസാനിക്കുന്നു വിചാരിച്ചപ്പോ ദേ വന്നിരിക്കുന്നു സ്റ്റെഫി എന്ന് ആലോചിച്ചിരിക്കുകയാണ് മനോഹരം. അതിനുശേഷം വീട്ടിലേക്ക് പോകുന്ന കിരൺ നമ്മുടെ കല്യാണി അടുത്ത് പറയുന്നുണ്ട്, ഇതിപ്പോ മനോഹർ പറഞ്ഞത് നമ്മളും അതുപോലെ തന്നെ കാർത്തികച്ചും ലക്ഷ്മിയമ്മയൊക്കെ സൂക്ഷിക്കണോന്നാണ്. അവരോട് പുറത്തിറങ്ങരുന്ന് പറയണം കല്യാണി. ഞാൻ പറഞ്ഞിട്ടുണ്ട് കിരണേട്ടാ. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും കുറച്ചു ദിവസം അകത്തിരിക്കും, അത് കഴിയുമ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് പുറത്തേക്ക് ഇറങ്ങുമല്ലോ. എന്നാലും സ്റ്റെഫി എന്ന് പറഞ്ഞ പോലെ സൂക്ഷിക്കണം. ഓർമ്മയുണ്ടല്ലോ ബൈജുയുടെ കേസ്, ബൈജുനെ പെണ്ണ് കാണിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വിളിച്ച് ക്ഷണിച്ച് വരുത്തിയിട്ട് എന്നെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്തവളാണ് ഈ പറയുന്ന സ്റ്റെഫി. എന്നിട്ട് ആ കുത്തു കൊണ്ടത് നിന്റെ പാവം അച്ഛനെയായിരുന്നു. എനിക്കതെല്ലാം ഓർമ്മയുണ്ട് കിരണേട്ടാ. നമുക്ക് ഓരോരോ ശത്രുക്കൾ ഒഴിഞ്ഞു പോകും തോറും വീണ്ടും വീണ്ടും പുതിയ ശത്രുക്കൾ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇല്ല കല്യാണി, ഈ സ്റ്റെഫി എന്ന് പറഞ്ഞവള് അപകടകാരി തന്നെയാണ്, അത് നമുക്ക് അറിയാവുന്ന കാര്യമായിരുന്നല്ലോ. ഗംഗ മരിച്ച തീർച്ചയായിട്ടും പകരം ചോദിക്കാൻ വേണ്ടി അവള് വരുമെന്ന് ഉറപ്പുണ്ടായിരുന്നു. പക്ഷെ അവള് പരോള് കഴിഞ്ഞ് അകത്ത് പോയി പറഞ്ഞപ്പോ ഒരു സമാധാനം ഉണ്ടായിരുന്നു. പക്ഷെ അവള് ജയിലിൽ ചാടുന്നു ഒരിക്കലും വിചാരിച്ചില്ല. പോലീസുകാരൊക്കെ അവൾ അന്വേഷിച്ച് നടക്കാണ്. പിന്നെ വേറൊരു സംഭവം കൂടി ഉണ്ടെന്ന് പറയാണ്. എന്താ കിരണേട്ടാ എന്ന് കല്യാണി ചോദിക്കുമ്പോ കിരൺ വിക്രം ഉടനെ തന്നെ പരോളിൽ ഇറങ്ങും എന്നാണ് അറിഞ്ഞത്. അയ്യോ, അവനും ഇപ്പൊ പരോളിൽ ഇറങ്ങാൻ പോവാണോ? അതെ, വിഷുവയ്ക്കല്ലേ വരുന്നത്, പരോള് കൊടുക്കുമല്ലോ, അതുകൊണ്ട് പരോളിൽ ഇറങ്ങുമെന്നുള്ള വാർത്ത കേൾക്കുന്നുണ്ടായിരുന്നു. CA ആണ് എന്നോട് പറഞ്ഞത്. ഇനി ഇതിനിടക്ക് അവനും കൂടി വന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ കൂടുതൽ വഷളാവുമല്ലോ കിരണേട്ടാ. കിരൺ പറയണ്ടേ, നമുക്ക് നോക്കാം കല്യാണി. ആ സമയത്ത് നമ്മുടെ കല്യാണി പറയണ്ട്, കിരണേട്ടാ അച്ഛൻ എനിക്കൊരു വാക്ക് തന്നിട്ടുണ്ടായിരുന്നു, അവനെങ്ങാനും പരോളിൽ ഇറങ്ങി അച്ഛന്റെ പെമ്മക്കളെ ഉപദ്രവിക്കാനായിട്ട് എന്തെങ്കിലും പ്ലാൻ ശ്രമിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവന്റെ മരണം അച്ഛന്റെ കൈകൊണ്ടിട്ടായിരിക്കുമെന്ന്. അപ്പൊ കിരൺ പറയണ്ട്, സത്യം പറഞ്ഞ വിക്രത്തിനെ കൊല്ലേണ്ടത് നിന്റെ അച്ഛന്റെ കൈകൾ കൊണ്ട് തന്നെയാണ്. കാരണം ആ മനുഷ്യൻ ജീവിച്ചത് അവന് വേണ്ടിയിട്ടായിരുന്നു. അയാളും നിന്റെ അച്ഛൻ മാത്രല്ല അമ്മുമ്മ, അതെ, ജീവിതത്തിൽ നല്ലൊരു ഭാഗം വിക്രം വളർന്നു വലുതായി 10-22 അവൻ ജനിച്ച് 10-22 വയസ്സ് വരെ, അതായത് 10-22 വർഷം അവരുടെ കളഞ്ഞത് വിക്രത്തിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ അവരുടെ കൈകൊണ്ട് തന്നെയാണ് വിക്രം മരിക്കേണ്ടത് എന്ന് പറയണം. കല്യാണി പറയുന്നുണ്ട്, വിക്രത്തിനെ പിന്നെ സഹിക്കാം, ഈ സ്റ്റെഫിനെയും അവന്റെ ഗുണ്ടകളെയാണ് സഹിക്കാൻ പറ്റാത്തത്. നമുക്ക് നോക്കാം കല്യാണി, എന്തായാലും ഇത്രയൊക്കെ ആയതല്ലേ, നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സരയുവിനെ കേട്ടോ. സരയു ആണെങ്കിൽ ആകെ ദേഷ്യത്തിലാണ്. താര സംസാരിക്കാൻ പറയുമ്പോഴേക്കും നിങ്ങൾക്കിപ്പോ സമാധാനായില്ലേ, നിങ്ങളെ ആ ഒരു പുന്നാര മാനസപുത്രി കല്യാണി രക്ഷപ്പെട്ടല്ലോ, നിങ്ങൾക്കിപ്പോ സമാധാനായി കാണുമല്ലോ. കല്യാണിനെ കൊല്ലാൻ പോയ എന്റെ അച്ഛൻ മരണപ്പെട്ടു, അതും വെറും മരണമല്ലല്ലോ, കാട്ടുമൃഗങ്ങളെ കൊണ്ട് വലിച്ചു കീറിപ്പിച്ച് കൊന്നതല്ല എല്ലാരും കൂടി. അതിനൊരു പരാതി കൊടുക്കാൻ പോലും എനിക്കോ എന്റെ വളർത്തമ്മക്കോ സാധിച്ചില്ല. എല്ലാത്തിനും കാരണം ആ കല്യാണിയാണ്. എന്തൊരു ജന്മ അത്, എന്തൊരു ആയുസ് അവൾക്ക്. എപ്പോഴൊക്കെ മരിക്കാൻ വേണ്ടി മരണത്തിന്റെ തൊട്ടു വക്കിൽ നിന്നിട്ട് തിരിച്ചു വരുന്നവളാ അവള്. ഇനി എന്തായാലും അവസാന പ്രാവശ്യം ഞാൻ അവളെ കൊല്ലാൻ വേണ്ടി പുറപ്പെടാൻ വേണ്ടി പോകുവാണ്. അവൾ ഇനിയും മരിച്ചില്ല എന്നാണെങ്കിൽ പിന്നെയൊക്കെ സംഭവിക്കാൻ പോണത് എന്റെ മരണമായിരിക്കും എന്ന് സരയു പറയാണ്. അത് കേട്ട് താരക്ക് ആകെ ഷോക്ക് ആവാട്ടെ, ഇവളെന്താ ഇങ്ങനെ എന്ന രീതിയിൽ. ശേഷം സംസാരിച്ചുകൊണ്ടിരിക്കെ തന്നെ ആരോ കോണിംഗ് ബെല്ല് അടിക്കാണ്. നമ്മുടെ താര വാതിൽ തുറക്കുമ്പോ അത് വിക്രമാണ് കേട്ടോ. താര വിക്രത്തിനെ കാണുമ്പോ നീ എന്തിനാ ഇവിടെ വന്നത്, ഇറങ്ങിപ്പോ എന്നൊക്കെ പറയാണ്. അപ്പോഴേക്കും സരയു ചോദിക്കണ്ട ആരാ അമ്മ അതെന്ന് ചോദിക്കുമ്പോഴേക്കും സരയു പുറത്തേക്ക് വരുമ്പോ കാണുന്നത് വിക്രത്തെ ആട്ടോ. വിക്രം പറയുന്നുണ്ട്, സരയു ഞാനാ സരയു. ആ വിക്രമേ, നീ പരോളിൽ ഇറങ്ങിയോ? ഇറങ്ങി, ഇന്ന് രാവിലെ ഇറങ്ങിയോളൂ, വന്നപ്പോ തന്നെ നിന്നെ കാണാന്നാ വിചാരിച്ചത്. നീ അകത്ത് വാടാ. അമ്മേ, അവനെ കുടിക്കാൻ എന്തെങ്കിലും എടുക്കൂ. അയ്യോ സരയു, കുടിക്കാൻ മാത്രമല്ല കഴിക്കാനും വേണം എന്ന് പറയാണ്. അമ്മേ, കുടിക്കാനും കഴിക്കാനും എടുക്ക്, എനിക്കും എടുക്ക്, വാട വിക്രം എന്ന് പറഞ്ഞിട്ട് റൂമിലേക്ക് പോവാണ്. എന്റെ വിക്രം സരയു തമ്മിൽ സംസാരിക്കുകയാണ്. വിക്രം പറയുന്നുണ്ട്,
രാഹുലങ്ങളും അവസാന നിമിഷങ്ങളിൽ പറഞ്ഞിരുന്നു നിന്റെ സ്വഭാവം പഴയ പോലെ ആയെന്ന്, അതുകൊണ്ട് മാത്രമേ ഞാൻ നിന്നെ കാണാൻ വന്നത് പറയുന്നുണ്ട്. അതേടാ, ഞാനിപ്പോ പഴയ സരയുവാണ്, അതായത് കിരണിനെ സ്നേഹിക്കുന്ന ആ ഒരു പഴയ സരയു. എനിക്ക് അവനെ വേണമെന്നുള്ള അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനെ വേണ്ടിയിട്ടാണ് എന്റെ അച്ഛൻ കഷ്ടപ്പെട്ട് കല്യാണിനെ കുത്തിയത്. അതിന്റെ ഭാഗമായിട്ട് എന്റെ അച്ഛനെ എനിക്ക് നഷ്ടപ്പെട്ടു. കല്യാണി ആണെങ്കിൽ ഇപ്പോഴും സുഖസുന്ദരമായിട്ട് ജീവിക്കണം. അവൾ ഇന്നലെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് വന്നു എന്നാണ് അറിഞ്ഞത്. എല്ലാം എനിക്ക് മനസ്സിലായി സരയു, എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. നീ പേടിക്കണ്ട, നിന്റെ കൂടെ ഞാനുണ്ട് സരയു എന്ന് പറയാണ്. എടാ, നിനക്ക് ശരിക്കും കല്യാണിനെ കൊല്ലാൻ പറ്റും? അത് നല്ലൊരു ചോദ്യമാണ്. ഞാൻ കല്യാണിനെ ഇല്ലാതാക്കും. എന്തായാലും ഞാൻ ജയിലിൽ പോയി കിടക്കേണ്ടവനാണല്ലോ. ഇപ്പൊ അവളെ കൊന്നെന്ന് വെച്ചിട്ട് ഒരു കുഴപ്പവും സംഭവിക്കാൻ പോണില്ല. കല്യാണിനെ പിന്നെ കാർത്തിക എന്ന് പറഞ്ഞ അവളെ, ഈ രണ്ടുപേരും കൊല്ലാൻ വേണ്ടിയിട്ടാണ് സരയു ഞാനിവിടെ വന്നേക്കുന്നത്. അവര് കാരണമാണ് ഗംഗേട്ടനും അതുപോലെ തന്നെ നിന്റെ അച്ഛനൊക്കെ മരിച്ചത്. പിന്നെ എന്റെ ജീവിതം ഈ അവസ്ഥയിലാക്കിയതും അവര് തന്നെയാണ്. അതുകൊണ്ട് കാർത്തികേനെയും കല്യാണിനെയും ഞാൻ തന്നെ ഇല്ലാതാക്കും. സരയു പറയണ്ട, അങ്ങനെ നീ ചെയ്യുകയാണെങ്കിൽ നിനക്ക് വേണ്ടി നല്ലൊരു വക്കീലിനെ ഞാൻ അറേഞ്ച് ചെയ്തു തരും. എനിക്ക് എന്റെ കിരണാണ് വേണ്ടത്, എനിക്ക് എന്റെ കിരണിന് വേണം വിക്രം എന്ന് പറയാണ്. കിരണിനെ നിനക്ക് തന്നെ കിട്ടും. സത്യം പറഞ്ഞാൽ കിരണിനെയും കൂടി ഇല്ലാതാക്കണം എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഈ കല്യാണി ഉള്ളത് കൊണ്ടാണ് കിരണും ഇങ്ങനെ അപകടകാരി ആവണത്. കല്യാണി മരിച്ചു കഴിഞ്ഞാൽ പിന്നെ കിരണിനെ കൊണ്ട് ഒരു ശല്യം ഉണ്ടാവില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് കിരണിനെ ഞാൻ നിനക്ക് വേണ്ടി വിട്ടു തന്നിരിക്കുന്നു. അവനെ ഞാൻ ഒന്നും ചെയ്യില്ല. പക്ഷെ കല്യാണി എന്ന് പറഞ്ഞവളെ, ആ കാർത്തിക എന്ന് പറഞ്ഞവളെ, രണ്ടെണ്ണത്തിനെ ഞാൻ തന്നെ എന്റെ കൈ കൊണ്ട് തന്നെ ഇല്ലാതാക്കിയിരിക്കും. അതിന് എന്റെ ഫുൾ സപ്പോർട്ട് നിനക്കുണ്ടടാ എന്ന് പറയാണ്. അല്ല, നീ എവിടെയാ നിക്കാനൊക്കെ പോണത്? എവിടെയെങ്കിലും നോക്കണം സരയു. അല്ലടാ, ഇവിടെ വേണമെങ്കിൽ നിന്നൂടെ? അല്ല, ഇവിടെ നിന്ന പ്രശ്നമാവില്ലേ? ഇവിടെ കിരണും കല്യാണിയൊക്കെ ഇടക്കിടക്ക് വരുന്നതല്ലേ. ഇവിടെ നിന്നാ ഒരു പ്രശ്നവുമില്ല. അല്ല, താരാന്റി പറഞ്ഞു കൊടുക്കില്ല. അവരെന്ത് പറയാനാടാ? എന്റെ പെറ്റമ്മയാണ്. എന്നെ നഷ്ടപ്പെടുന്നത് സഹിക്കാൻ പറ്റാത്ത എന്റെ പെറ്റമ്മ. ഒരിക്കലും അമ്മ അങ്ങനെ ചെയ്യില്ല. എന്നെ നഷ്ടപ്പെടുന്നത് അമ്മക്ക് ചിന്തിക്കാൻ പോലും ആവില്ല. അതുകൊണ്ട് അമ്മ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. പിന്നെ നിനക്കൊരു കാര്യം അറിയാവോ? കല്യാണിനെ കുത്തിയത് എന്റെ അച്ഛനാണെന്നൊക്കെ അമ്മക്ക് നന്നായിട്ട് അറിയാം. എന്നിട്ട് അമ്മ അതാർക്കെങ്കിലും പറഞ്ഞോ? ഇല്ലല്ലോ. എന്റെ സ്വഭാവം മാറിയതും അമ്മക്കറിയാം. കിരണിനെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ടെന്ന് അമ്മക്കറിയാം. അമ്മ അത് ആർത്തും പറഞ്ഞില്ല. അതുപോലെ നീ ഇവിടെ നിന്ന് കഴിഞ്ഞാലും അമ്മ ആർത്തും ഒന്നും പറയാൻ പോടില്ല. നിനക്ക് ധൈര്യമായിട്ട് ഇവിടെ നിൽക്കാമെന്ന് പറഞ്ഞിട്ട് സരയു വിക്രത്തിനെ പ്രൊട്ടക്ട് ചെയ്യാട്ടോ. അതേസമയം സ്റ്റെഫിയുടെ കുറച്ച് ഗുണ്ടകളും ചേർന്ന് പാതിരാത്രി വേഷമൊക്കെ മാറി കിരണിന്റെയും കല്യാണിന്റെ വീടിന് ചുറ്റും ഇങ്ങനെ റൗണ്ട് എടുത്തോണ്ടിരിക്കാട്ടോ. ആദ്യം കിരണിനെയും കല്യാണിനെയും കൊല്ലാൻ തന്നെയാണ് അവരുടെ പ്ലാൻ. അതിനുശേഷമേ കാർത്തികയുടെ അടുത്തേക്ക് പോകുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവരുടെ വീട്ടിലേക്ക് പാതിരാത്രി, അതായത് നമ്മുടെ സ്റ്റെഫിയുടെ കയ്യിൽ ഒരു കത്തി ഉണ്ട്. ആ കത്തി കൊണ്ട് നമ്മുടെ കിരണിന്റെയും കല്യാണിന്റെ വീടിന്റെ പിന്നാമ്പുറത്തെ വാതിൽ കുത്തി തുറന്നിട്ടാണ് സ്റ്റെഫി അകത്തേക്ക് കയറുന്നത്. അകത്തേക്ക് കയറുമ്പോൾ കിരണും കല്യാണിയും ഒരു സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവള് അകത്തേക്ക് വരുന്നത് കേട്ടോ. അകത്തേക്ക് വന്ന സ്റ്റെഫിയുടെ അവസ്ഥ എന്താന്ന് നമുക്ക് പിന്നെ ഊഹിക്കാവുന്നതേ ഉള്ളൂ. കാരണം സിയെ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവള് മരിച്ചു കഴിഞ്ഞാൽ അവൾ അന്വേഷിക്കാൻ ആരും വരില്ല, പരാതി തരാൻ ആരും വരില്ലെന്ന്. അതിനർത്ഥം അവളെ കൊന്നാലും വലിയ പ്രശ്നമൊന്നുമില്ലെന്നാണ്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റെഫിയുടെ മരണവും നമ്മുടെ കിരണിന്റെയും കല്യാണിയുടെയും ആരുടെയെങ്കിലും കൈ കൊണ്ടിട്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അങ്ങനെ സ്റ്റെഫി മരിക്കാൻ പോകുന്ന ഭാഗമാണ് നമ്മൾ ഈ ആഴ്ച കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.